ഹലോ ഹൾക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചണിൻ്റെ ആ ഒരു പോർഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഫുൾ ഇൻഡക്ഷൻ കുക്കറിലാണോ കുക്ക് ചെയ്യുന്നത്, ഗ്യാസില്ലേ സ്റ്റൗ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പോൾ കിച്ചണിലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അത്ര ശ്രദ്ധിച്ചവർക്കാണെങ്കിലും മനസ്സിലാവുള്ളൂ. നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് വലിയൊരു ബോക്സും ആ ബോക്സിന് മേലെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോക്സിലുണ്ടായിരുന്ന സാധനമാണ് ദേ ഇപ്പോൾ ചാച്ചൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി നമ്മൾ ഫ്ലാറ്റ് വാങ്ങിയ സമയത്ത് ബാക്കി ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ വാങ്ങുമല്ലോ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും വാങ്ങണതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ കുക്കിംഗ് റേഞ്ചും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഗ്യാസ് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചാച്ചൻ മുമ്പ് നിന്നത് കരാമയിലാണ്. അപ്പോൾ അവിടെ ഗ്യാസ് ഉണ്ടായിരുന്നു, പക്ഷെ അവരത് ഇങ്ങോട്ടേക്ക് എടുക്കാനായിട്ട് മറന്നുപോയി. പിന്നെ ഇവിടെ ഗ്യാസ് കണക്ഷൻ അങ്ങനെ ഡെപ്പോസിറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു എമൗണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറവിൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിരുന്നത്. അവസാനം കുറച്ച് വെയിറ്റ് ചെയ്താൽ എന്താ, നമ്മുടെ കൊക്കിലൊതുങ്ങുന്നത് കിട്ടി എന്ന് പറയുന്ന പോലെ നമുക്ക് അവസാനം നമ്മുടെ ഇതിലനുസരിച്ചിട്ട് ഒരു ഗ്യാസ് കണക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കത് കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആ ബോക്സിൽ നിന്ന് നമ്മുടെ കുക്കിംഗ് റേഞ്ച് പുറത്തേക്ക് എടുത്തിട്ട് എല്ലാം ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഗ്യാസ് കണക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശരിയാവുന്നത് വരേക്കും നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഏകദേശം 3 weeks ആയി. അപ്പോൾ ഇത്രയും നാളും നമ്മളതിൽ ഇൻഡക്ഷൻ കുക്കറിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പതിയെ ഇൻഡക്ഷൻ കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ച് നമ്മളിതേ ബാക്കി ഈ കുക്കിംഗ് റേഞ്ചിലാണ് ബാക്കി പരിപാടികളൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക്. ഞാൻ ചാച്ചനോട് പറയുകയും ചെയ്തു, ചാച്ച എനിക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വലിയ പിടുത്തമൊന്നുമില്ല, പറഞ്ഞൊക്കെ തന്നേ പറ്റുള്ളൂ. അപ്പോൾ ആള് ആദ്യം ഒന്ന് നോക്കിയിട്ട് ബാക്കി എനിക്ക് പറഞ്ഞു തരാം കേട്ടോ. അത് ഓണാക്കി പഠിച്ച് നോക്കട്ടെ. അത്രേ ഉള്ളൂ. ഓഫ് ചെയ്തോ. അങ്ങോട്ടേക്ക് കുറയ്ക്കാം, അത്രേ ഉള്ളൂ. ഓഫ് ചെയ്തോ. യെസ്. അപ്പുറത്തെ ഇപ്പുറത്തെ ഓണാക്കി നോക്ക്, തൊട്ടിപ്പുറത്ത്. അത്രേ ഉള്ളൂ. ഓഫ് ചെയ്തോ. അതാണ് മറ്റേ ഇത് ഇഗ്നീഷൻ, തീ കത്തിക്കാനുള്ളത്. അതായത് ഇഗ്നീഷൻ ഓൺ ആക്കാണ്ട് തിരിച്ചാൽ ഗ്യാസ് എത്തൂല. അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് വേണം താഴത്തേക്ക്. ഇനി ഒന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് അതായത് നടുക്കൊരു മൂവ്മെന്റ് ഉണ്ട്, അത് യൂസ് ചെയ്യണ്ട. ഇത് പ്രസ് ചെയ്യണ്ട, ഇത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അത് റിലീസ് ചെയ്യാം. പിന്നെ താഴേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞപ്പോ രാത്രി തുടച്ച് ക്ലീൻ ആക്കി ഗ്യാസ്. എന്നിട്ട് ഇത് അടച്ചു വെക്കണോ? അടച്ചേക്കണം. ഇത് അടച്ചു വെക്കണം. ഇത് ഇതില്ലേ, ഇത് ഗ്യാസ് ഓണാക്കുമ്പോൾ മറ്റേ സാധനം ഓണായിക്കോട്ടെ മേലത്തെ കേട്ടാ. ഇത് ഇതിന്റെ ഈ ബ്ലാക്ക് കണ്ടോ, ഇത് ഈ സ്റ്റൗ ആണ് കാണിച്ചത്. ഈ ബ്ലാക്ക് ഇത് അമ്പടി എന്റെ കൂടെ നടന്ന് ബോധം വെച്ച് നോക്കി മനസ്സിലായില്ലേ. ഇതിന്റെ നമുക്ക് വേണ്ട. ആ 3 താഴത്ത് ചിക്കൻ ഇല്ലേ ചെയ്യാനുള്ളത്. നിനക്ക് വേണോ? നിനക്ക് ഇഷ്ടായ? പൊന്നിന് ഇഷ്ടായ? പൊന്നാണെങ്കിൽ നാളെ കത്തിക്കാൻ പോണേ, പൊന്നു ഗ്യാസ് എത്തിക്കാൻ പോണേ. അമ്പടാ, ഇനി എന്റെ മോമനാ ഗ്യാസ് എത്തിക്കാൻ പോണേ. പൊന്നു എന്നും ക്ലീൻ ചെയ്തോളട്ടെ അമ്മമാരുടെ കൂടെ നിന്നിട്ട് കേട്ടാ. പൊന്നുനെ ഏൽപ്പിച്ചാണ് പപ്പ. മതി. പൊക്കാം, പൊക്കിക്കൂടെ. അല്ലല്ല, അതിപ്പോ ചൂടാവില്ലേ, ഇപ്പൊ കത്തിച്ചാലേ ഉള്ളൂ. ഞാൻ അതിന്റെ താഴെ വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാം. അത് തുറന്നേ. അതിൽ നമുക്ക് ചിക്കനൊക്കെ ചൂടാം. ഏത് മോനെ നോക്കിച്ചാണ് പപ്പ, കറക്റ്റായിട്ട് നോക്കിക്കോളൂ കേട്ടാ.
വെള്ളം വരെ ഡിഷ് വാഷർ അല്ല അത്. ഏ അടക്കി രാത്രി ഗ്യാസ് ഓഫ് ചെയ്തതിലും കുഴപ്പമില്ല. ഗ്യാസ് വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും. അവിടെ തുറക്ക്. അവിടെ മേലെ റെഡ് അല്ലേ? ഒരു റെഡ് ഉണ്ട് അവിടെ. അത് തിരിക്ക് താഴേക്ക്. തിരിക്കി. ബ്ലാക്ക് തിരിക്കി. നീ ഏത് സൈഡിലേക്കും തിരിക്കി. അപ്പൊ അവിടെ നേരെ ഗ്രീൻ വരും. അപ്പൊ ഓഫ്. റെഡ് വന്നാ ഓണാ. ഇപ്പൊ ഓഫ്. യെസ്, മേലെ റെഡ് വന്നാ ഓണ്. അപ്പൊ രാത്രി വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അവിടെ ഓഫ് ചെയ്തതിനും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത്രേ ഉള്ളു പരിപാടി. അപ്പൊ ഞാൻ ഇൻഡക്ഷൻ കുക്കർ മടക്കി മേലെ വെച്ചോ. ഗ്യാസ് തീരും മാത്രം എടുത്താൽ മതി. ഇനി ഇൻഡക്ഷൻ കുക്കറിൽ ഒരു പരിപാടിയില്ല. ഓക്കെ, ഇൻഡക്ഷൻ കുക്കർ ബൈ. തുടച്ച് കഴിഞ്ഞാക്കി വെച്ചേക്ക്. അമ്മ ഒന്ന് കത്തിക്ക് നോക്കട്ടെ. ആരടി? അമ്മ കത്തിക്കട്ടെ. അമ്മ പഠിക്ക്. അവിടെ വേണം. ഒരു കൈ കൊണ്ടാ ഞെക്കി പിടിക്കുക. എന്നിട്ട് ഇപ്പുറത്തെ കൈ തിരിക്കും. നെക്ക്. അതമർത്ത് അങ്ങോട്ട് പുഷ് ചെയ്യാം. എന്നിട്ട് തിരിക്കും. നെക്കിയില്ല. അമ്മ ഞെക്കിയ സൗണ്ട് വരും. ഞെക്കിയിട്ടില്ല. താഴത്തേക്ക്. പുഷ് ചെയ്തിട്ട് വേണം ഞെക്കാൻ. ഇത് ഞെക്കി പിടിക്കുക. ഇത് പുഷ് ചെയ്യാ. അത്രേ ഉള്ളൂ. എന്നിട്ട് ഇത് ഓഫ് ചെയ്യാം. അമ്മ ഞെക്കിയിട്ടില്ല. അത് ഞെക്ക്. ഞെക്ക്. പുഷ് ചെയ്. അത്രേ ഉള്ളു പരിപാടി. നാട്ടിലെ അടുപ്പം കലം കൂട്ടി കത്തിച്ച ആൾക്കാരെ ദുബായ് കൊണ്ടെങ്കിലും എന്താ ചെയ്യും? ഒന്നും ഉപയോഗിച്ചിട്ടത്. ഞാൻ അമ്മാമയ്ക്ക് അറിയുമെങ്കിൽ എന്റെ മോൻ പറഞ്ഞുതരും. പൊന്നു പറഞ്ഞു കൊടുത്ത് എങ്ങനെയാന്ന്. കണ്ടോ? എന്റെ മോന് മനസ്സിലായി. അപ്പൊ മോന് നാളെ അമ്മയുടെ കൂടെ എന്നിട്ട് കാണിച്ചു കൊടുത്തോളൂ. ഇങ്ങനെ ഗ്യാസും കണക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമുക്കതിൽ ചെറിയ രീതിയിൽ പാലൊക്കെ കാച്ചി നല്ല സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി പുതിയതായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട് അതിപ്പോൾ സ്വന്തമായാലും റെൻ്റ് ഹൗസ് ആയാലും നമ്മൾ താമസിക്കുന്ന ഇടം അത് നമ്മുടെ ഇടമായിട്ടാണല്ലോ കണക്കാക്കേണ്ടത്. അപ്പോൾ അത് മാക്സിമം അവിടെ നമ്മളെ കൊണ്ട് പറ്റാവുന്നത് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക, അത് ഹാപ്പിനെസ് തരുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ ചെയ്യുക. അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സ്വപ്നം കണ്ട ചെറിയൊരു ജീവിതമാണ് ഞങ്ങളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്ര കാലത്തേക്കൊന്നല്ല, എല്ലാവരും നമ്മുടെ കയ്യിലല്ലല്ലോ, മുകളിലിരിക്കുന്ന ആളുടെ കയ്യിലല്ലേ. ആൾ തീരുമാനിക്കുന്നു, നമ്മൾ അതിനനുസരിച്ചിട്ട് പോകുന്നു. നമ്മളുടെ സൈഡിൽ നിന്നുള്ള പരിശ്രമം കാര്യങ്ങളും നമ്മൾ ചെയ്യുക, ബാക്കിയെല്ലാം ആ ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ ഇത് എത്ര നാളത്തേക്ക് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എത്ര നാളത്തേക്കായാലും നമ്മളിപ്പോൾ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ ഹാപ്പി ആവുന്ന എന്തൊക്കെ മൊമെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ഹാപ്പിയാക്കി അങ്ങ് പോവുക എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അപ്പം നമ്മളിതേ പാല് കാച്ചാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഷിബോച്ചനാണ് ഈ ഒരു പ്രയറിനും കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കുന്നത്. ഞാൻ ഓൾറെഡി രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്, അപ്പോൾ ഫ്രീ ആവുമെന്ന്. ഷിബോച്ചൻ കറക്റ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെ ഭാഗ്യത്തിന് ഫ്രീ ടൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ യാച്ചൻ എത്താനായിട്ട് ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് നല്ല ലേറ്റായി. അപ്പോൾ യാച്ചൻ പറഞ്ഞു നിങ്ങൾ ഷിബോച്ചൻ വെയിറ്റ് ചെയ്യാണല്ലോ, അപ്പോൾ വെഞ്ചരി ബ്ലെസ്സിങ്സ് നടത്തിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ യാച്ചൻ ഇല്ലാണ്ട് എങ്ങനെ അത് ചെയ്യുമെന്നുള്ളൊരു വിഷമത്തിലായിരുന്നു ഞാൻ. ഭാഗ്യത്തിന് ആ സമയത്ത് തന്നെ ഷിബോച്ചനും എന്തോ ഒരു എമർജൻസി വന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് എന്നും പറഞ്ഞ് പോയി. ആ ഒരു 5 മിനിറ്റ്സിൽ തന്നെ യാച്ചൻ എത്തുകയും ചെയ്തു കേട്ടോ. അത് കാരണം തന്നെ എല്ലാവർക്കും ഇത് കൂടാൻ പറ്റി. താങ്ക് യു.
അങ്ങനെ നമ്മുടെ വെഞ്ചിരിപ്പ് ഭംഗിയായി കഴിഞ്ഞു. ഇനി പാല് കാച്ചാൻ വേണ്ടി പോവാണ് കേട്ടോ. എൻ്റെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് വെറുതെ പ്രഹസനം കാണിക്കണമെന്നുള്ളത് കേട്ടോ. എനിക്കറിയാൻ പാടില്ല അത് പ്രഹസനമാണോന്നൊന്നും കാണുന്നവരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും കേട്ടോ. പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷമാണ്. ഞാനിങ്ങനെ പലരും ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു അവരൊക്കെ എന്ത് ഹാപ്പിയിലായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. എനിക്ക് എന്നാണാവോ ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടാമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ സംസാരിക്കാറുണ്ട്, യാച്ചനും ഞാനൊക്കെ ഇങ്ങനെ പറയാറുണ്ട് നമുക്കിനി എന്നാണാവോ എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭമായാൽ പോലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് നേടണമെന്നില്ല. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ രീതിയിൽ സന്തോഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ലൈഫിൽ വന്ന നല്ല അച്ചീവ്മെൻറ്റ്സ് ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിവിടെ താമസം തുടങ്ങിയിട്ട് 3 ആഴ്ചയായിട്ടോ. ഞങ്ങളിവിടെ വന്നിട്ട് 3 ആഴ്ചയായി. അപ്പോൾ ഇതുവരേക്കും ഇങ്ങനെ വെഞ്ചരിപ്പോ അല്ലെങ്കിൽ പാലുകാച്ചലോ ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പാലുകാച്ചലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുക്കിംഗ് റേഞ്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവാനുണ്ടായിരുന്നു. പിന്നെ വെഞ്ചരിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. ഫ്ലാറ്റിൽ ഇനിയും കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഭംഗിയായിട്ടൊരു ഹോം ടൂറും വെഞ്ചരിപ്പും കാര്യങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് ഇനിയും ടൈം എടുക്കും. അപ്പോൾ അത് കാരണം ഒരുപാട് ഡിലേ വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഉള്ള ഇതിൽ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മളിത് പാല് കാച്ചാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് തിളച്ച് പൊന്തിയാൽ മാത്രം മതി. ഈ ഒരു വെയിറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, എനിക്കറിയാൻ പാടില്ല, എനിക്ക് ഫുൾ ഗൂസ് ബംസ് ആണ് വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ. എനിക്ക് ഇത് കാണുമ്പോൾ എൻ്റെ വീട്ടിലെ പെരതാമസമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് ഞാൻ കുഞ്ഞാണ്, എനിക്ക് തോന്നുന്നു ഞാൻ 7ാം ക്ലാസ്സിൽ എന്താ പഠിക്കുന്ന സമയമാണ്. പക്ഷേ അത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ആ ഒരു പാലുകാച്ചലാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. സമൃദ്ധിയാൽ നിറയട്ടെ. നിറയട്ടെ. ദൈവമേ നന്ദി. അടിപൊളി ഒപ്പയില്ലേ. അച്ഛനാണ് ഇത്ര ചെയ്യില്ല. അങ്ങനെ ഇച്ചിരി വൈകിപ്പോയി പാലുകാച്ചൽ നടത്താനായിട്ട്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പം എല്ലാവരും വിളിക്കാൻ സമയം ഉണ്ടായില്ലോ. എല്ലാം ഷടപടേന്നായിരുന്നു. ഇനി വണ്ടി എടുത്തതിൻ്റെ ഫ്ലാറ്റ് എടുത്തതിൻ്റെ റേറ്റ് ഒക്കെ പെൻഡിങ് ആണ്. ഇത്ര ഡേറ്റാ സാമ്പത്തികമായിട്ട് ഇത്ര ഡേറ്റിലാണ്. അപ്പം ശരിയായിട്ട് എല്ലാവരും വിളിച്ച് നമ്മൾ സെറ്റ് ആകുന്നതായിരിക്കും അല്ലേ? യെസ്. ഓക്കെ ഗായ്സ്, അതിന് ചൂട് ഇവിടെ വരില്ല. ഉച്ചയ്ക്ക് 2:30 വരാം, 4 മണിക്ക് നമുക്ക് പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ആളുണ്ട്. പക്ഷെ ആളെത്തിക്കഴിഞ്ഞപ്പോൾ 5:30 ആയിട്ടുണ്ടായിരുന്നു. കട്ട ബ്ലോക്കിൽ പെട്ടേക്കായിരുന്നു. അപ്പോൾ വന്ന് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 6 മണി 6:30 ആയപ്പോഴാണ് പാവം ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് തീർന്നു. ഇനി നമുക്കൊരു കേക്ക് കട്ടിങ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവം അച്ഛൻ വിശന്ന് വലഞ്ഞ് വന്നതല്ലേ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളതേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ UAE തന്നെയുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് സെറ്റാക്കിയത്. അത്ര നേരം കിടന്ന് ഉറങ്ങിയിരുന്ന ആളാണ്. അതായത് വെഞ്ചരിപ്പിൻ്റെ സമയത്തോ പാലുകാച്ചലിൻ്റെ സമയത്തോ ഒന്നും ഈ ചെറുക്കൻ എണീറ്റുണ്ടായിരുന്നില്ല. ഈ ഡോണു കറക്റ്റ് കേക്ക് കട്ട് ചെയ്യണടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചാടി അങ്ങ് എണീറ്റു കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഭംഗിയായി തീർന്നു. മൊത്തത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തീർന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.